വെற்றிവേൽ മുരുകനുക്ക് ഹരോഹര. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. വേലായുധം തൻ്റെ തിരുമുടിയിൽ ധരിക്കുന്നതായ അലങ്കാരം എന്താണ് എന്ന് നോക്കാം. അത് അടുത്ത വരി, വേൽവകുപ്പിലെ 12ാമത്തെ വരിയിലാണ് അത് പറയുന്നത്. നമുക്ക് നോക്കാം. ശലത്ത് വരും അരക്കരുടർ കൊഴുത്തുവളർ പെരുത്തകുടർ ശിവത്ത തൊടയനച്ചികയിൽ വിരുപ്പമുട് സൂടും. അതായത് ശലത്ത് വരും അരക്കരുടർ, വളരെ ദേഷ്യത്തിൽ പോരാടാൻ ഓടി വരുന്ന അരക്കരുടൽ. അരക്കർ എന്ന് വെച്ചാൽ അസുരന്മാർ. അരക്കരുടെ ഉടലിൽ വന്നിട്ടുള്ള, പോരാടാൻ വരുന്ന അസുരന്മാരുടെ ഉടലിൽ ഉള്ള കൊഴുത്ത് വളർ, കൊഴുപ്പ്, വളരെയധികം അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പ്, അതുപോലെ പെരുത്ത കുടർ, കൊഴുപ്പും അതുപോലെ മാംസവും, പെരുത്ത കുടർ, കുടൽമാല എന്ന് പറയില്ല. അപ്പോൾ വലിയ കുടലും ഒക്കെയും എന്ത് ചെയ്യുന്നു? ശിവത്ത തൊടയി, ചുവന്ന എന്നുള്ള അർത്ഥത്തിൽ ശിവത്ത തൊടയി, ചുവന്ന മാല പോലെ അല്ലെങ്കിൽ ചുവന്ന അലങ്കാരം പോലെ, ശിവത്ത തൊടയി എന ചുവന്ന അലങ്കാരങ്ങൾ പോലെ ശിഖയിൽ വിരുപ്പമൊട്ട് സൂടും. ശിഖയിൽ നമ്മളെ തലയിൽ ധരിക്കുന്നു പറയില്ല, അതുപോലെ ശിഖയിൽ വിരുപ്പമൊട്ട് സൂടും, ആനന്ദത്തോടുകൂടി ധരിക്കും, അല്ലെങ്കിൽ ആ വീറോടുകൂടി ധരിക്കും എന്നുള്ള അർത്ഥമാണ്. അതായത് പോരാടാൻ വരുന്ന ശത്രുക്കളുടെ കൊഴുപ്പും അതുപോലെ തന്നെ മാംസവും രക്തവും എല്ലാം നിറഞ്ഞിട്ടുള്ളതായ കുടൽമാലകൾ വേലായുധം തൻ്റെ തിരുമുടിയിൽ ധരിക്കുന്നു. അത് വേലായുധം ദുഷ്ടസംഹാരം ചെയ്യുന്നു, ശത്രുക്കളെ സംഹരിക്കുന്നു, അധർമ്മത്തെ ഒരിക്കലും അവിടെ നിലനിൽക്കാൻ സമ്മതിക്കില്ല എന്നുള്ള അർത്ഥത്തിലാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇതുകൂടെ നമ്മൾ ചേർത്തി ചൊല്ലുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഭഗവാന്റെ വേലെ, ദുഷ്ടന്മാരുടെ കുടൽമാല അലങ്കാരമായി ധരിക്കുന്ന ഭഗവാന്റെ തൃക്കൈ വേലെ എന്നുള്ള അർത്ഥം നമുക്ക് നോക്കാം. ശലത്ത് വരും അരക്കരുടർ കൊഴുത്തുവളർ പെരുത്തകുടർ ശിവത്ത തൊടൈ എനച്ചികയിൽ വിരുപ്പമൊട് സൂടും തിരുത്തണിയിൽ ഉദിത്തരുളും ഒരുത്തൻ മലൈ വിരുത്തൻ എനതുളത്തിൽ ഉറൈ കരുത്തൻ മയിൽ നടത്ത് ഗുഹൻ വേലെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ അടുത്ത ഭാഗം നോക്കി. ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത 2 ഭാഗങ്ങളായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.